എറണാകുളം കുറുപ്പംപടിയിൽ ഓൺലൈൻ തട്ടിപ്പ് കേസിൽ അറസ്റ്റ് ഒഴിവാക്കാൻ കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ സംസ്ഥാന പോലീസ് ഗുജറാത്ത് പോലീസിന് റിപ്പോർട്ട് നൽകും. മാഹിസാഗർ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് പ്രതികളെ തേടി കുറുപ്പംപടിയിലെത്തിയത്. കൈക്കൂലി ഇടപാടിൽ ഗുജറാത്തിൽ നിന്നെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ബന്ധമുണ്ടോ എന്നും സംശയമുണ്ട്. ബിനിൽ ചേർത്തുണ്ട് വിശദവിവരങ്ങളുമായി. ബിനിൽ, ഗുഡ് മോർണിംഗ്. ഈ കേസുമായി ബന്ധപ്പെട്ട അതിന്റെ പശ്ചാത്തലവും അതിന്റെ സാഹചര്യവും തുടർ വിവരങ്ങളുമൊക്കെ എന്താണ്? മോത്തി, കഴിഞ്ഞ ദിവസമാണ് ഒരു ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആളുകളെ തേടി കുറുപ്പംപടിയിലേക്ക് ഈ മാഹിസാഗർ പോലീസ് സ്റ്റേഷനിലെ സൈബർ ക്രൈം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെത്തുന്നത്. അവർ ഇവിടെ എത്തി ഇവിടുത്തെ പോലീസിന്റെ സഹായം തേടി. അങ്ങനെ കുറുപ്പംപടി സ്റ്റേഷനിലെ 4 പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ സഹായിക്കാൻ കൂടെ ചേർന്നു. ഇതുമായി ബന്ധപ്പെട്ട 2 വിദ്യാർത്ഥികളെ കുറുപ്പംപടിയിൽ നിന്ന് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. ഇവരിൽ ഒരാളുടെ അക്കൗണ്ടിലേക്ക് ഈ തട്ടിപ്പ് പണം വന്നിട്ടുണ്ട് എന്നതാണ് കണ്ടെത്തിയത്. അങ്ങനെ ഇവരെ കസ്റ്റഡിയിൽ എടുത്ത് കുറുപ്പംപടി സ്റ്റേഷനിൽ എത്തിക്കുന്നു. കുറുപ്പംപടി സ്റ്റേഷനിൽ വെച്ച് ഇവരെ ചോദ്യം ചെയ്യുന്നു. അതിനിടയിൽ ഇവരുടെ രക്ഷിതാക്കളെത്തി. അപ്പോൾ ഈ വിദ്യാർത്ഥികളെ ഗുജറാത്തിലേക്ക് കൊണ്ടുപോകും എന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നു. അത് ഒഴിവാക്കണമെങ്കിൽ കൈക്കൂലി നൽകണമെന്ന് ആവശ്യപ്പെട്ടു. 8 ലക്ഷം രൂപയാണ് ചോദിച്ചത്. ഒടുവിൽ ഓരോ രക്ഷിതാവിന്റെയും കയ്യിൽ നിന്ന് 3,30,000, അതായത് 6,60,000 രൂപ മൊത്തം ഇവർ വാങ്ങുന്നു. ഈ കുട്ടികളെ വിട്ടയക്കുകയും ചെയ്യുന്നു. ഈ സംഭവം പുറത്തു വരികയും ഇപ്പോൾ അന്വേഷണം നടത്തി സംസ്ഥാന പോലീസ്, അതായത് എറണാകുളം റൂറൽ പോലീസ് 4 പോലീസ് ഉദ്യോഗസ്ഥരെ ഇതുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇവർക്ക് ഈ കൈക്കൂലി ഇടപാടിൽ ബന്ധമുണ്ട് എന്ന് കണ്ടെത്തി. അതോടൊപ്പം തന്നെ ഈ ഗുജറാത്തിൽ നിന്ന് വന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൂടി ഈ കൈക്കൂലി പണം കിട്ടിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് ഗുജറാത്ത് പോലീസിനെ ഇവിടെ നടന്ന കൈക്കൂലി ഇടപാടിനെ സംബന്ധിച്ച റിപ്പോർട്ട് നൽകാൻ ഇപ്പോൾ സംസ്ഥാന പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ട് ഏറ്റവും അടുത്ത സമയം തന്നെ ഗുജറാത്ത് പോലീസിന് കൈമാറുകയും ചെയ്യും. കാരണം ഇവർ തേടി വന്ന പ്രതികളാണ്. ആ പ്രതികളായിട്ട് ഇവർ സംശയിച്ചു വന്നവരെ കസ്റ്റഡിയിലെടുത്തു, പക്ഷേ അവരെ വിട്ടയക്കുകയും ചെയ്തു. അതിനിടയിലാണ് ഈ സാമ്പത്തിക ഇടപാട് നടക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും സംസ്ഥാന പോലീസിന് വലിയ നാണക്കേടാണ് ഈ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് സമീപ ദിവസങ്ങളിൽ ഈ ഇത്തരത്തിൽ കൈക്കൂലി ഇടപാടുമായി ബന്ധപ്പെട്ട് എറണാകുളം ജില്ലയിൽ തന്നെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കേണ്ടി വന്നിരിക്കുന്നു എന്നതും ആഭ്യന്തര വകുപ്പിന് വലിയ നാണക്കേടാണ്.